ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ചിത്രാദേവി കാറിൽ കയറി തിരികെ പോയി. ഊർമിളാദേവി ദേഷ്യത്തോടെ ചിത്രാദേവി പോകുന്നതും നോക്കി നിന്നു. ഊർമിള മേഡം, ചിത്രാദേവി ഇങ്ങനെ പുറപ്പെട്ടാൽ എന്താണ് അവസ്ഥ? ഇക്കാര്യം ദേവരാജൻ സാറിനോട് ഒന്ന് സംസാരിച്ചൂടെ? പെട്ടെന്ന് ഊർമിള ഒന്ന് പരുങ്ങി. വേണ്ട സ്വാമി, ആരും ഇതറിയണ്ട. അല്ലെങ്കിൽ തന്നെ അവർക്ക് 100,000 തിരക്കുകളാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ കൂടി വേണ്ട. ചിത്രാദേവിയെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതിനുവേണ്ടി എനിക്ക് പഴയ ഊർമിള ആയേ പറ്റൂ. ഇത്രയും പറഞ്ഞ് ഊർമിള വീടിനകത്തേക്ക് കയറിപ്പോയി. ഇതേസമയം മായാവതിയെ ജയിലിൽ പൂട്ടിയിരിക്കുകയാണ്. സാറേ, എന്നെ തുറന്നു വിട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കൊതുക്, ആ കല്ല് എൻ്റേതും അല്ല. അതെല്ലാം ഞാൻ മോഷ്ടിച്ചതാ. എല്ലാം ഞാൻ വളരെ മര്യാദയ്ക്ക് പറഞ്ഞോളാം. ആദ്യം എന്നെ തുറന്നു വിട് സാറേ. മിണ്ടാതിരിക്കടി. ഇനി നീ വാ തുറന്നാൽ എൻ്റെ കൈയുടെ ചൂട് വീണ്ടും നീ അറിയും. മായാവതി പിറുപിറുത്തുകൊണ്ട് കോൺസ്റ്റബിളിനെ കോഷ്ടി കാണിച്ചു തരാവടി നിന്നെയൊക്കെ ഞാൻ. എന്നാലും എൻ്റെ ഭഗവാനെ, ഏത് നേരത്താണാവോ എനിക്ക് ആ കല്ലുകൾ എടുക്കാൻ തോന്നിയത്? അപ്പോ ഇത് യഥാർത്ഥത്തിൽ ആരോ കളിച്ച കളിയാ. ആ ഊർമിള എങ്ങാനും മനഃപൂർവ്വം എന്നെ പൂട്ടിയതാണോ? ഞാൻ ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. വെച്ചിട്ടുണ്ട് ഊർമിളാദേവി ഒരു ഉഗ്രൻ പണി നിനക്ക് ഞാൻ. ഇതേ സമയം ദേശായി വീട്ടിലെ പൂജയെല്ലാം കഴിഞ്ഞ് മേവത്തൂർ തിരികെ മേവത്തൂർ മനയിലേക്ക് പോയി. എല്ലാവരും സന്തോഷത്തോടെ മേവത്തൂരിനെയും രാമസ്വാമിയെയും യാത്രയയക്കവേ മുത്തശ്ശി പറഞ്ഞു, വർഷേ TV ഒന്ന് ഓണാക്ക്. ഇന്ന് പൂജ ആയതുകൊണ്ട് വാർത്തയൊന്നും കാണാൻ സമയം കിട്ടിയില്ല. കുറുവാസംഘവും കുത്തും കൊലയും ഒക്കെ നടക്കുകയല്ലേ, എന്തായിരുന്നു നോക്കട്ടെ. ശരി മുത്തശ്ശി. വർഷ TV ഓണാക്കി ന്യൂസ് ചാനൽ വെച്ചതും മായാവതിയെ പോലീസ് ജ്വല്ലറിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. നവരത്ന തട്ടിപ്പ് കേസിൽ തരികിട മായാവതി അറസ്റ്റിൽ. കണ്ടെടുത്ത രത്നങ്ങൾ വ്യാജമാണോ അല്ലയോ എന്ന് അറിയാൻ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിലും സ്വർണ്ണ പണയത്തിലുമൊക്കെ അനേക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തരികിട മായാവതിയാണ് ഇതിന്റെ പിന്നിൽ. TV-യിൽ ഈ വാർത്ത കണ്ടതും എല്ലാവരും ഞെട്ടി. അയ്യോ, എൻ്റെ അമ്മ! അഭിഷേക്, മുത്തശ്ശി, ഡാഡി, എൻ്റെ അമ്മയെ രക്ഷിക്കണം. ഓ, അപ്പോൾ മായാവതി ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം ഈ രത്നങ്ങൾ അടിച്ചു മാറ്റാനായിരുന്നു അല്ലേ? പക്ഷേ മായാവതി ഈ കടയിൽ കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചത് പിന്നെ ഏത് രത്നങ്ങളാണ്? മായാവതിക്ക് ഈ രത്നങ്ങൾ കിട്ടിയത് ഈ വീട്ടിൽ നിന്നാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മായാവതിക്ക് ഈ രത്നങ്ങൾ കൊടുത്തത് ആരായിരിക്കും? വർഷേ, നീയാണോ? ഇളയമ്മ, ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ അമ്മയെ പോലീസ് പിടിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇതുപോലത്തെ കല്ല് കൊടുത്തു വിടുവോ? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ അഞ്ജലി ആയിരിക്കുമെന്നാണ്. അഞ്ജലിക്കായിരുന്നല്ലോ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനാണ് അമ്മയെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അഞ്ജലി അന്നേരം വർഷയോട് തട്ടിക്കയറി. ദേ വർഷേ, ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഞാനും നിന്റെ അമ്മയും തമ്മിൽ അത്ര സ്വരച്ചേർച്ച ഇല്ലെന്നുള്ള കാര്യം സത്യമാ. പക്ഷേ അതിനുവേണ്ടി നീയും നിന്റെ അമ്മയും ചെയ്യുന്നത് പോലെയുള്ള വേലകളൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഹെടി, നിന്നെ ഞാൻ... എല്ലാവരും ക്ഷമിക്കണം, ഇത് ചെയ്തത് ഞാനാ. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവരും അമൃത പറയുന്ന കാര്യം കേട്ട് ഞെട്ടി. എന്താ അമൃത നീ പറയുന്നത്? അത് അമ്മേ, മുത്തശ്ശി, വല്യമ്മ ഇങ്ങോട്ട് വന്നത് ഈ നവരത്നങ്ങൾ അടിച്ചു മാറ്റാനാണെന്ന് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാ നവരത്നങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന 9 വ്യാജ കല്ലുകൾ ഏട്ടനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചത്. ഈ വീടിൻ്റെ മുക്കും മൂലയും വല്യമ്മ തപ്പിപ്പിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് സ്റ്റോർ റൂമിനകത്തുള്ള ആ പഴയ വാതിലിൻ്റെ പുറകിൽ നിലവറ പോലെ തോന്നിക്കുന്ന രീതിയിൽ എല്ലാം ഒരുക്കി വെച്ച് ഈ 9 വ്യാജരത്നങ്ങളും അവിടെ വെച്ചത് ഞാനാ. വല്യമ്മ ഇന്നലെ രാത്രി വന്നിട്ട് ഇന്ന് രാവിലെ തിരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വല്യമ്മ അതെടുത്തുകൊണ്ടാ പോയതെന്ന്. വല്യമ്മയെ പൂജയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഞാൻ വല്യമ്മ ജയിലിലാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അന്നേരം വർഷ അമൃതയുടെ നേരെ തിരിഞ്ഞു. ഹെടി അമൃതേ,
എന്റെ അമ്മയെ നീ ജയിലിലാക്കാൻ നോക്കിയല്ലേ? എന്റെ വീട്ടിലെ ഉപ്പും ചോറും തിന്നാ നീ വളർന്നത്. പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്താൻ നോക്കി അല്ലേടി? വർഷ അമൃതയെ അടിക്കാനായി കൈയോങ്ങി. അന്നേരം അഭിഷേക് വർഷയുടെ കൈ തടുത്തുകൊണ്ട് വർഷയുടെ കരണത്തടിച്ചു. തൊട്ടുപോകരുത് ഏട്ടത്തിയെ. എടി, നിന്റെ അമ്മ ജയിലിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ നീ നിന്റെ അമ്മയെ അറിയിച്ചതിന്റെ ഫലവാ ഇപ്പൊ നിന്റെ അമ്മ ജയിലിലായത്. ഇവിടെ നടക്കാൻ പോകുന്ന പൂജയുടെ കാര്യവും നീ നിന്റെ അമ്മയെ അറിയിച്ചിട്ടുണ്ടാവും. അത് അടിച്ചു മാറ്റാൻ വേണ്ടി ഇവിടെ വന്ന നിന്റെ അമ്മയ്ക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വർഷ അന്നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ എൻ്റെ അമ്മയോട് എല്ലാം പറഞ്ഞത്. ആർക്കു വേണ്ടിയും എനിക്ക് എൻ്റെ അമ്മയെ മറക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ദേ ഇപ്പോൾ ഒന്ന് പറയുക, എൻ്റെ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. വർഷ ഇത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി. ഇവളെ ഞാൻ അഭിഷേക്, അവളുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. എന്ത് ചെയ്യാനാ ഇളയമ്മേ? ഈ വീട്ടിലെ രത്നങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ലേ മായാവതി ആന്റി. ജയിലിൽ കിടക്കട്ടെ കുറച്ചു കാലം, അപ്പൊ പഠിച്ചോളും. മതി, നിർത്ത്. മായാവതി ജയിലിൽ കിടന്നാൽ അതിന്റെ നാണക്കേട് നമുക്ക് കൂടിയാ. അതുകൊണ്ട് എത്രയും വേഗം മായാവതിയെ ജയിലിൽ നിന്നും പുറത്തെത്തിക്കണം. ദേവ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി അമ്മേ, വേണ്ടതുപോലെ ചെയ്യാം. എന്റെ ദേവേട്ട, ഇത് എത്രാമത്തെ തവണയാണ് ഈ മായാവതിയും വർഷയും കുടുംബത്തിൽ വന്ന അന്ന് മുതൽ ഇന്നുവരെ നമുക്ക് എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? ഓരോ തവണയും ഓരോ പ്രശ്നങ്ങളും മായാവതി പടച്ചു വിടുമ്പോൾ അതെല്ലാം ക്ഷമിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. മധു, ഇതൊക്കെ തന്നെയല്ലേ അഭിഷേകിന്റെ വിവാഹ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ ഇനി എന്താ ചെയ്യേണ്ടതെന്നാ ആലോചിക്കേണ്ടത്. അതേ ഊർമിളെ, നീ പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. ദേവരാജൻ ഇത്രയും പറഞ്ഞ് ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. ഇതേ സമയം ചിത്രാദേവി ശെൽവത്തിന്റെ അടുത്തെത്തി. ശെൽവം, നീ എന്നാ പുറത്തിറങ്ങിയത്? അത് കുറച്ച് ദിവസമായി മാഡം. എന്താ കാര്യം? കാര്യം എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്റെ ലക്ഷ്യവും എൻ്റെ ലക്ഷ്യവും ഒന്നാണെന്ന് ഞാൻ നിനക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാഡം, മനസ്സിലായി. പക്ഷെ ദേശായിക്കാരെ തകർക്കാൻ ഞാൻ പലതവണ നോക്കിയതാ. സത്യം പറയാലോ, ഒരു തവണ പോലും ഞാൻ ജയിച്ചിട്ടില്ല. ആ വീട്ടിലെ ഏറ്റവും വലിയ ബലം ആ സ്ത്രീയില്ലേ, ആ ഊർമിളാദേവി, അവരാണ്. അവരെ വീഴ്ത്തിയാൽ ദേശായി വീട് മുഴുവൻ വീഴ്ത്താം. ഇത്രയും നാള് അവർ ജയിലിലായിരുന്നില്ലേ? അതായിരുന്നു നല്ല ബെസ്റ്റ് സമയം. പക്ഷേ എന്ത് ചെയ്യാനാ, ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ശെൽവം, നീ എൻ്റെ കൂടെ നിന്നാൽ ദേശായിക്കാരെ മുഴുവൻ നമുക്ക് വെട്ടി വീഴ്ത്താം. നീ പറഞ്ഞതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ദേശായി വീട്ടിലെ ഊർമിളയെ തകർക്കുക എന്നത്. ഒരു ഉഗ്രൻ തുറുപ്പ് ചീട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചാൽ ഊർമിളാദേവി നിലം പതിക്കും. എന്താ മേഡം അത്? കാര്യം തെളിച്ചു പറ. അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറയാം. ശരി, ഞാൻ നിന്നെ വിളിക്കാം. രാത്രിയായി. പോലീസ് സ്റ്റേഷനിലേക്ക് വാസുദേവൻ എത്തി. സാർ, ഞാനാണ് വാസുദേവൻ. എന്തിനാ സാർ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഓ, താങ്കളായിരുന്നു അത് അല്ലേ? നിങ്ങളുടെ ഭാര്യ മായാവതി ഇവിടെ ജയിലിലാണ്. വ്യാജരത്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ച കേസിൽ അകത്തായതാണ്. ഇതേ സമയം അവിടേക്ക് ദേവരാജനും ഊർമിളയും കാറിൽ വന്നിറങ്ങി. വാസുദേവനെ കണ്ടതും ഊർമിള ഒന്ന് പരിങ്ങി.